അപൂർവമായ ഒരുപാട് അനുഭവങ്ങളുടെ, ഒരുപാട് സംഭവങ്ങളുടെ, അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളുടെ ഒക്കെ അടുപ്പവും സ്നേഹവും ഒക്കെ അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ള ആളാണ് മോഹൻലാൽ. മലയാള സിനിമയിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു കൂട്ടുകെട്ട് ആണ് ലാലിന് ഉള്ളത്. ലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ചെറുപ്പകാലം മുതലേ ലാലിനോടൊപ്പം പഠിച്ച് അതിനുശേഷം സിനിമയിലും ഒപ്പം ഉണ്ടായിട്ടുള്ള ഏറ്റവും അടുത്ത സുഹൃത്ത്, ലാലിനോടൊപ്പം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ലാലിൻ്റെ പ്രിയ നായികയെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ അവരുടെ കുടുംബ ബന്ധത്തിലുമൊക്കെ ലാലിൻ്റെ ഈ സുഹൃബന്ധത്തിൻ്റെ ഒരു പിൻബലം നമുക്ക് കാണാം. അങ്ങനെ ലാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ലാലിൻ്റെ ഏറ്റവും അടുത്ത നായികയും ഇവർ രണ്ടുപേരും ഒരുമിച്ചു. അവർ രണ്ടുപേരുമാണ് അടുത്ത അതിഥിയായി സമാഗമത്തിലേക്ക് എത്തുന്നത്. ശ്രീ സുരേഷ് കുമാർ ആൻഡ് ശ്രീമതി മേനക സുരേഷ്. ശബ്ദത്തിന് തീരെ സുഖമില്ല, സംസാരിക്കാൻ വയ്യ, ഫുൾ വോയിസ് റെസ്റ്റ് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അവനോട് മുഴുവൻ പറയാൻ അങ്ങനെ പറഞ്ഞത്. പറയാനുള്ളത് പറഞ്ഞു തുടങ്ങിയാൽ ഇപ്പോഴെങ്ങും തീരില്ല അല്ലേ? അതിനുള്ള, അതായത് ഞാനൊക്കെ സിനിമയിൽ വന്ന് ഇത്ര 10-18 കൊല്ലങ്ങൾ കൊണ്ട് സുരേഷിൻ്റെ തന്നെ ഓരോ പ്രാവശ്യം കേൾക്കുന്ന ഓരോരോ പുതിയ കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പറയാനുണ്ടാവുമെന്നറിയാം. എന്നാലും ഒറ്റ വാക്കിൽ ചോദിക്കട്ടെ, എന്താണ് മോഹൻലാൽ? മോഹൻലാൽ എന്താണെന്ന് ഒറ്റവാക്കി പറയാനൊക്കത്തില്ല. ലാലിന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലേക്കുള്ള അല്ലേ ഫോട്ടോ വരെ സുരേഷാണ് അയക്കുന്നത്. അത് ശരിയാണ്. അന്നൊക്കെ എന്താണ് ലാലിന് എപ്പോഴും അങ്ങനെയാണല്ലേ, ഒരു എല്ലാത്തിനും ഒരു അല്ല, അന്ന് പോലെ ലാലിന് അഭിനയിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും കൂടെ തിരനോട്ടം എന്ന് പറഞ്ഞ പടം എടുക്കുന്നത്. അതിനു മുമ്പേ ഒരു തമിഴ് സിനിമ എടുക്കാനായിട്ട് മദ്രാസിൽ പോയിട്ട്. അതെ, അതിൻ്റെ ഒരു 25ാം വർഷമാണിത് കഴിഞ്ഞിട്ട്. അല്ല, അതിന് മുമ്പ് ലാലേട്ടൻ അയച്ച എഴുത്തുണ്ട്, സ്വാമീസ് ലാഡ്ജ് എന്ന സുരേഷ് ഏട്ടന് എഴുതിയ എഴുത്ത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചു. ശരി, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൻ്റെ സമയം. അത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ശരിക്കും ഇത് തിരനോട്ടം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു തമിഴ് പടം എടുക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് അതിൽ ഞാൻ പ്രൊഡ്യൂസറായിട്ടാണ് പോകുന്നത്. ലാൽ അഭിനയിക്കുന്നു, അശോക് ഡയറക്റ്റ് ചെയ്യുന്നു, പ്രിയൻ സ്ക്രിപ്റ്റ് എഴുതുന്നു. അപ്പോൾ അതിൻ്റെ പടത്തിൻ്റെ പേര് കരയെ തൊടാതെ അലകൾ എന്നായിരുന്നു. അതൊരിക്കലും കര തൊട്ടില്ല എന്നുള്ളതാണ്. ഈ സമയത്തൊക്കെ എന്ത് പ്രായം ഉണ്ടാവും നിങ്ങൾക്കൊക്കെ? ഞങ്ങൾ ഇറങ്ങുമ്പം സിനിമ ഇറങ്ങുമ്പോൾ ഞങ്ങൾ 18-19 വയസ്സ്. 18 വയസ്സിലൊക്കെ സിനിമ കാണുന്ന പ്രായമാണ്. ആ സമയത്താണ് ഇത്രയും വർഷങ്ങൾ മുമ്പ് സിനിമ എടുക്കാനായിട്ട് ആലോചിക്കുന്നത്. രവീന്ദ്രൻ മാഷിൻ്റെ ആദ്യത്തെ മ്യൂസിക് നല്ല പാട്ടുകളായിരുന്നു. ഈ തിരനോട്ടത്തിൻ്റെ ഒരു ചിന്ത എവിടെ നിന്നാണ് വരുന്നത്, ഇങ്ങനെ ഒരു സിനിമ എടുക്കണം എന്നുള്ളത്? അത് ശരിക്കും ഞങ്ങൾക്കൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, ഭാരത് സിനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കൂടെ തുടങ്ങിയാണ്. ഞാൻ ഇങ്ങനെ ലാലുണ്ട്, അശോകുണ്ട്, പിന്നെ ഒരു ശശി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട്, എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ തമ്പാനൂർ മാഞ്ഞാലിക്കുളം റോഡിൽ ഒരു ചെറിയൊരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ചിന്തിച്ച് തുടങ്ങിയാണ്, പ്ലാൻ ചെയ്തായിരുന്നു തിരനോട്ടം എന്ന് പറഞ്ഞ പടത്തിൽ ചെന്നെത്തിയത്. ആ ഒരു ഇതിൻ്റെ പേര് ഭാരത് സിനി ഗ്രൂപ്പ് എന്നായിരുന്നു. അപ്പം അവിടെ ഒരു പ്രൊഡ്യൂസർ ഞങ്ങളെല്ലാവരും കൂടെ ചാക്കിട്ട് പിടിച്ച് പാച്ചല്ലൂർ ശശി എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ വരികയും അദ്ദേഹമാണ് ഈ പടത്തിന് മുൻകൈ എടുത്തത്, തിരനോട്ടത്തിന്. അദ്ദേഹം പടം ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ പടം എവിടെ എത്തിയില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ കാശും തീർന്നുപോയി. പിന്നെ അത് തീർക്കാനായിട്ട് കൊല്ലത്തെ തിരുവങ്കടം മോഹൻലാലാണ് ശരിക്കും ഞങ്ങളുടെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. ശരി, അദ്ദേഹമാണ് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പൈസയും കാര്യങ്ങളും എല്ലാം സഹായിച്ച്. പിന്നെ ഞങ്ങളത് ഫസ്റ്റ് കോപ്പിയാക്കി മദ്രാസിൽ പോയി. അന്നാണ് ഞാനും ലാലും ആദ്യമായിട്ട് മദ്രാസിൽ പോകുന്നത്. ശരിക്കും ഞങ്ങളെ ബന്ധം നടക്കുന്നതാണെന്ന് വെച്ചാൽ ഞങ്ങൾ 1969 മോഡൽ സ്കൂളിൽ ഞങ്ങൾ 5ാം ക്ലാസ്സിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചത്. ഞാനും ലാലും ഒരു ക്ലാസ്സിൽ, എൻ്റെ ചേട്ടനും ലാലിൻ്റെ ചേട്ടനും ഒരു ക്ലാസ്സിലായിരുന്നു. അന്ന് പോലുള്ള ബന്ധമാണ് ഞങ്ങൾ. അതായത് ഇപ്പോൾ എത്രയും 35 വർഷമായി. മേനക എന്നാണ് കാണുന്നത് ആദ്യം ലാലിനെ കാണുന്നത്? ലാലേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ഒരു മൊട്ട് വിരിഞ്ഞപ്പോൾ, പക്ഷെ അത് റിലീസായിട്ടില്ല. പഴയ പ്രൊഡ്യൂസർ GP ബാലൻ സാറിൻ്റെ, അതിൽ വില്ലനാണ് ചേട്ടൻ. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യം ഒരുമിച്ച്. GP ബാലൻ തന്നെ ഡയറക്റ്റ് ചെയ്ത ഫിലിമാണ്. നമ്മൾ നീലേശ്വരം കാഞ്ഞങ്ങാട് ഭാഗത്ത് ഷൂട്ട് ചെയ്ത് റിലീസായെന്ന് ഇല്ല. അതിനുശേഷം പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് പൂച്ചക്കുരുമ കുത്തി വരുന്നത്? അയ്യോ, അത് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. ഒത്തിരി പടം ചെയ്തത്, ഒരുപാട്. എങ്ങനെ നീ മറക്കും, അങ്ങനെ കുറേ പടങ്ങളൊക്കെ ചെയ്തിട്ടാണ് പിന്നെ പൂച്ചക്കുരുമുക്കുത്തി കഴിഞ്ഞിട്ടല്ലേ
ഇങ്ങനൊരു ആത്മബന്ധവും കൂടെ വരുന്നത്. അത് ആ സമയത്താണോ പ്രേമം തുടങ്ങുന്നത്? എനിക്ക് തോന്നുന്നത് ലാലേട്ടനാണ് ആദ്യം അറിയുന്നത്. ഇവിടെ നിന്നുള്ള വിവരമൊക്കെ അവിടെ പറയുമായിരുന്നു. ശരി. പിന്നെ ലാലിനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുമ്പോൾ എന്താണ് പ്രത്യേകിച്ച് ഓർക്കാൻ കഴിയുന്ന ഒരു സംഭവം? എനിക്ക് സുരേഷിന് ലാലിനോടുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലായ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. ഞങ്ങൾ ഏതൊരു ഷൂട്ടിംഗ് സമയത്ത് ഞാനിങ്ങനെ ലാലുമായിട്ട് ഏതൊരു പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് സുരേഷിനായിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ലാലിൻ്റെ എന്തോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ സുരേഷ് പെട്ടെന്ന് ചൂടായി. നിങ്ങൾ ലാലിൻ്റെ ഇത്ര കാര്യമൊന്നും പറയണ്ട, നിങ്ങൾ എത്ര കാലമായി ലാലിനെ കാണാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇത്ര വർഷം മുമ്പ് കാണുന്നത് അറിയോ? ഇവൻ എന്നെ വിളിച്ചിട്ട് 4 മാസം കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് 4 മാസമായി. അതാണ്. അപ്പോൾ അത് അവൻ്റെ സിൻസിയറിറ്റിയുടെ കാര്യമൊന്നും നിങ്ങൾ എൻ്റെ അടുത്ത് പറയണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചൂടെ. ഉടനെ ഭാഗ്യം വന്നാണ് ഒരു ഫോൺ വന്ന്, ലാലു നീ എവിടെ നിന്ന്? അപ്പോൾ ഇതൊക്കെ പോയി. അപ്പോഴാണ് നമുക്ക് ആ ഒരു ബന്ധത്തിൻ്റെ ഒരു ഡെപ്തും, അത് പരിഭവം പോലും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് പരിഭവം. വിളിക്കുന്നുണ്ടായിരിക്കാം, വേള കിട്ടാത്തായിരിക്കാം. പക്ഷെ അവിടെ നിന്നുണ്ട് ഒരു ദിവസം കണ്ട് വിളിച്ചില്ലെങ്കിൽ ചോദിക്കുന്നത് എന്ത് തന്നെ വിളിക്കാത്തതെന്ന്. അവിടെ നിന്ന് ഒരുപാട് പ്രാവശ്യം. ശരിക്കും ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഞങ്ങൾ സ്കൂള് വിട്ട് കഴിഞ്ഞ് കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ഭ്രാന്ത് പിടിച്ച് ഇറങ്ങിയത്. ശരിക്കും ഞങ്ങൾ കോളേജിൽ പോയിട്ട് ഷൂട്ടിങ്ങിനാണ് പോകുന്നത്. ശരി. അതൊരു സീരിയസ് അപ്രോച്ച് ആയിരുന്നു, അതൊരു തമാശയാണ്. ഇതും കൂടെ ഒന്ന് അറിയാം. അതൊരു സീരിയസ് അപ്രോച്ച് അല്ലായിരുന്നു ശരിക്കും. തിരനോട്ടം ഒരിക്കലും ഒരു സീരിയസ് അപ്രോച്ച് അല്ല. എന്ന് വെച്ചാൽ എല്ലാവരും സിനിമയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ് സിനിമ ചെയ്യാൻ ഇറങ്ങിയത്. അപ്പം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇങ്ങനെ എൻ്റെ ഒരു വലിയ ഇന്നത്തെ ക്ലാബ് ബോർഡൊന്നുമല്ല, ശരിക്കും ഒരു ചെറിയ ക്ലാബ് ബോർഡ് മതി. ഇത് അറിഞ്ഞുകൂടാതെ ഒരാൾ ഉണ്ടാക്കിക്കൊണ്ടെന്ന് വെച്ചാൽ വലിയൊരു ക്ലാബ് ബോർഡാണ്. ഇത് പിടിച്ച് ആദ്യം ഞാനാണ് ലാലിൻ്റെ മുഖത്ത് ക്ലാപ്പ് അടിക്കുന്നത്. എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റാണ്. അങ്ങനെ സബ്ജക്റ്റ് ഒന്നും ഇപ്പോഴും അറിഞ്ഞു ചെയ്യില്ല. ഒരു മാനസിക ഒരു ഡിറെയിൽമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എക്സിബിഷനിസം എന്ന് പറഞ്ഞിട്ട് ഒരു മാനസിക അസുഖമുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അത് കണ്ടിട്ട് സെൻസർ ബോർഡ് കാര്യം പറഞ്ഞത് കാണിക്കാൻ മുഴുവൻ വെട്ടിക്കളയാണ്. പക്ഷേ ആ സിനിമ റിലീസ് ചെയ്തു ഒരു ദിവസത്തേക്ക്. സെൻസർ ബോർഡ് വരെ റിലീസിന് റിലീസ് ചെയ്തു. അല്ല, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനാണ് അന്ന് ശ്രമിക്കാനുള്ളൊരു തോന്നലുണ്ടായത്. പിന്നീട് സിനിമയിൽ വന്നിട്ട് പ്രിയനുമായിട്ടുള്ളൊരു അസോസിയേഷൻ പിന്നെ എങ്ങനെയാണ് ഉണ്ടായത്? അല്ല, ശരിക്കും പ്രിയൻ വരണമെന്ന് വെച്ചാൽ ഈ തിരനോട്ടത്തിൻ്റെ ലാസ്റ്റ് ഷെഡ്യൂൾ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് അതുവരെ പ്രിയൻ കോഫി ഹൗസ് എടുത്ത് ഞങ്ങളൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇവനൊക്കെ എന്തോ സിനിമ അറിയാം എല്ലാം അവനെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങളെ ചീത്ത പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഷെഡ്യൂൾ വന്നപ്പോൾ സ്ക്രിപ്റ്റ് തിരുത്താനും പിടിക്കാനും ഒക്കെ ആയിട്ടാണ് പ്രിയൻ വരുന്നത്. അങ്ങനെയാണ് പ്രിയൻ പിന്നെ ഞങ്ങളുടെ കൂടെ ഇത് ഫിനിഷ് ചെയ്യാനായിട്ട് മദ്രാസിൽ വരികയും അപ്പം അവിടെ വെച്ചാണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പ്രിയൻ്റെ കഥകൾ കാര്യങ്ങളൊക്കെ ഇത് ഡെയിലി രാത്രി സ്വാമി സ്റ്റോച്ചിനകത്ത് ഇത് തന്നെ ജോലി കഥകൾ പറയുക. പിന്നെ എന്നിട്ട് രാവിലെ ആകുമ്പോൾ പ്രിയൻ ഇറങ്ങി IV ശശി അങ്ങനെ ശശികുമാർ സാറ് അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനെ കാണാൻ പോകും സ്ക്രിപ്റ്റുമായിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊന്ന് അരോമ മണിച്ചേട്ടനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ സ്ക്രിപ്റ്റ് എഴുതാൻ പ്രിയൻ അവസരം വരികയും അത് പ്രിയൻ അങ്ങ് ടേക്ക് ഓഫ് ചെയ്യാറ്. പ്രിയൻ പിന്നെ എന്നോട് നവോദയ വന്നിരുന്നു. അപ്പോൾ പ്രിയൻ എഴുതാനായിട്ടാണ് വന്നത്. അപ്പോൾ പ്രിയൻ എൻ്റെ ഫ്രണ്ടായിട്ടാണ് വന്നത്. അവിടെ നിന്ന സമയത്ത് ഫാസിൽ പെട്ടെന്ന് ചില അസിസ്റ്റൻറ്റ് ഡയറക്ടർ കുട്ടികൾ അറിയില്ല, അവരെ 5-8 വേണം. ഇയാളൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറാണെന്ന് വിചാരിച്ച് ക്ലാപ്പ് ബോർഡ് പ്രിയൻ്റെ കൊടുത്തു ക്ലാപ്പ് അടിക്കാൻ. അങ്ങനെയാണ് പ്രിയൻ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഉള്ളത്. അല്ലാതെ പ്രിയൻ ആരുടെയും വേറെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ അവതരിപ്പിക്കുന്ന പരിപാടിയുടെ പേര് സമാഗമം എന്നാണ്. പക്ഷേ ഈ സമാഗമത്തെക്കാൾ വലിയൊരു സമാഗമമാണ് നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൻ്റെ സമാഗമം. ഈ കോഫി ഷോപ്പിലെയും ഈ സ്വാമീസ് ലോഡ്ജിലെയും ഒക്കെ അല്ലേ? സമാഗമം എന്ന പേര് ശരിക്ക് അന്വർത്ഥമാകുന്നത് നിങ്ങളെപ്പോലുള്ളൊരു ഗ്രൂപ്പ് വരുമ്പോഴാണ്.